CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതുവരെ കോൺഗ്രസ് പ്രതിഷേധം തുടരുമെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചും പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടും KPCC ആഹ്വാനം ചെയ്ത പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കുന്നംകുളത്ത് സണ്ണി ജോസഫ് നിർവഹിച്ചു. കുന്നംകുളത്ത് പ്രതിഷേധ സമ്മേളനത്തിനിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് തന്റെ കഴുത്തിലുണ്ടായിരുന്ന 2 പവൻ വരുന്ന സ്വർണമാല ഊരി നൽകി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. നിയമ പോരാട്ടത്തിന് സുജിത്തിനൊപ്പം നിന്ന വർഗീസ് ചൊവ്വനൂരിന് DCC എക്സിക്യൂട്ടീവ് സ്ഥാനം കൂടി നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. കസ്റ്റഡി മർദ്ദന വിവാദങ്ങൾക്കിടെ കുന്നംകുളം പോലീസിനെ മാവോയിസ്റ്റ് ഭീഷണി. ബുധനാഴ്ച രാവിലെ മാവോയിസ്റ്റ് സംസ്ഥാന മേധാവി എന്ന തരത്തിൽ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ പേരിലാണ് ഭീഷണി കത്ത് പോലീസിന് ലഭിച്ചത്. അന്വേഷണം ആരംഭിച്ചു. ദേശീയപാത 66 എടക്കഴിയൂരിൽ ബസ് കയറാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിനടിയിലേക്ക് വീണ് ഗൃഹനാഥൻ മരിച്ചു. പുത്തൻപള്ളി നരണിപ്പുഴ സ്വദേശി ചേക്കുണ്ണിയാണ് മരിച്ചത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തദ്ദേശഭരണ വാർഡുകളുടെ സംവരണം ഈ മാസം അവസാനം നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കും. 2015ലെയും 20ലെയും തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി സംവരണമുണ്ടായിരുന്ന വാർഡുകളെ നറുക്കെടുപ്പിൽ നിന്ന് ഒഴിവാക്കും. കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടറെ സ്വകാര്യ ബസ് കണ്ടക്ടർ മർദ്ദിച്ചു. സുൽത്താൻ ബത്തേരിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോയിരുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സിലെ കണ്ടക്ടറായ കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. പരാതി നൽകിയതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുട്ടഞ്ചേരി നെല്ലിക്കുന്ന ഉന്നതി സമഗ്ര വികസന പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചും മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടും പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പയ്യൂർ പോർക്കളങ്ങാട് റോഡിൽ മാലിന്യം തള്ളിയ നിലയിൽ. റോഡിനോട് ചേർന്ന പാടത്താണ് മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത്. സാമൂഹ്യദ്രോഹ പ്രവർത്തനം നടത്തിയവരെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്ലീമയ്ക്ക് യാത്രയയപ്പ് നൽകി. വെള്ളാർക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് മുൻ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴികൾ അടച്ചു. മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന കലോത്സവം നിറക്കൂട്ട് 2025 സമാപിച്ചു. എളവള്ളി പഞ്ചായത്തിലെ 7ാം വാർഡിൽ വാഗ കുന്നത്തുള്ളി അമ്പലം റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിച്ചു. ആശുപത്രിയിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ K. ഇന്ദു ജോഷി ആത്മഹത്യാ പ്രതിരോധത്തെക്കുറിച്ച് സംസാരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.